അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. മതവിരോധികളുടെ തെരഞ്ഞെടുപ്പ് നുണകൾ എന്ന് പറയുന്ന നമ്മുടെ സീരീസിലെ പുതിയൊരു വീഡിയോ ആണ്. നുണ പറഞ്ഞിട്ടുള്ളത് ലിയാഖത്ത് അലിയാണ്. അങ്ങനെ സ്ഥിരമായി നുണ പറഞ്ഞിരിക്കുന്ന ഒരു ടീമാണ്. അപ്പോൾ അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ സ്കോർ ചെയ്ത് ഇങ്ങനെ നമ്മൾ ഫുട്ബോളിലൊക്കെ പറയില്ലേ, ഫോർമേഷൻ പോലെ ലെഫ്റ്റ് വിങ് ഫോർവേഡ്, റൈറ്റ് വിങ് ഫോർവേഡ്, സെൻട്രൽ ഫോർവേഡ്, ഓരോരുത്തരും ഇങ്ങനെ ഗോളടിച്ച് മത്സരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ നുണ അങ്ങനെ പറഞ്ഞ് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാണുന്ന നുണ, ഇപ്പോൾ ഫിസിക്സിൽ പറയാറുണ്ട്, നമ്മൾ വിറ്റ്നസ് ചെയ്യുന്ന സാധനം മാത്രമേ നമ്മൾ എടുക്കാറുള്ളത്. അതുപോലെ നമ്മൾ കാണുന്ന നുണ മാത്രം നമ്മൾ ഇവിടെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇപ്പം അടുത്ത് ലിയാഖത്ത് അലി പറഞ്ഞൊരു ഒരു നുണ നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെറിയൊരു നുണയൊന്നുമല്ല, വൻ വൻ സാധനമാണ്. വിശ്വാസികൾക്കൊന്നും ഇതുവരെ അറിയാത്തൊരു കാര്യത്തെ മൂപ്പര് ചരിത്രപരമായിട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ ആ നുണ നമുക്ക് കേൾക്കാം. കഥയുണ്ട്. അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ടും പറയപ്പെടുന്നുണ്ട്. പക്ഷേ മക്കയിലെ മുശ്രിക്കുകൾ മുഹമ്മദിന് 13 കൊല്ലത്തിന് ശേഷമോ അതിനു മുൻപോ സംഘടിതമായി മുഹമ്മദിനെ വകവരുത്തണം എന്ന തീരുമാനമെടുത്തതിന് ചരിത്രത്തിൽ തെളിവില്ല. അപ്പൊ എന്തായാലും അതാണ് കഥ. പലായനം എന്ന് പറയുന്നത് മുഹമ്മദിന്റെ ആവശ്യമായിരുന്നു, മക്കാരുടെ ആവശ്യമല്ല. എന്ന് മാത്രവുമല്ല, മുഹമ്മദ് ഈ ഒളിച്ചു പോകുന്നത് പോലും മുഹമ്മദും മുഹമ്മദിന് കൂടെ ഉണ്ടായിരുന്ന സംഘവും ഗോത്രം വിട്ട് മറ്റൊരു പ്രദേശത്തേക്ക് നാട് വിട്ട് ഓടിപ്പോകുന്നതിനെ തടയാനാണ് മക്ക ഖുറൈശികൾ ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്ന് ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഒരു ഗോത്രം വിട്ട് നമ്മളുടെ ആളുകൾ നമ്മളെ വിട്ട് ഓടിപ്പോകുന്നത് തടയാനാണ് അവർ ശ്രമിച്ചത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ പറയുന്ന ഒരു വലിയൊരു നുണ സ്വാഭാവികമായിട്ടും വിശ്വാസികൾക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവും. സിമ്പിൾ ഇത്രേ ഉള്ളൂ. മുഹമ്മദ് വസ്ലം മക്കയിൽ പ്രവാചകനായി ജീവിച്ച 13 വർഷമോ അതിനുശേഷം മദീനയിലേക്ക് പോയ സമയത്തോ ഒന്നും കുറേശികൾ എന്ത് ചെയ്തിട്ടില്ല, മുഹമ്മദ് വസ്ലമിനെ കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല. മുഹമ്മദ് വസ്ലമിയുടെ താല്പര്യം മൂപ്പര് അവരോട് പറയാൻ ശ്രമിക്കുന്നത് എന്താ വെച്ചാൽ, ഇങ്ങനൊരു കളവ് പറഞ്ഞു, ആ കളവിനോട് ഇപ്പോൾ സമർത്ഥിക്കാൻ ശ്രമിക്കുക എന്താ വെച്ചാൽ, മുഹമ്മദ് നബിയുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ഈ കാര്യങ്ങളെല്ലാം. അവിടെ നടന്ന കാര്യങ്ങളെല്ലാം മുഹമ്മദ് നബി സ്വാർത്ഥമായി ചെയ്തതും മുഹമ്മദ് നബിയുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്തതുമാണ്. മുശ്രിക്കുകളൊക്കെ അല്ലെങ്കിൽ ഖുറൈശികളൊക്കെ വളരെ പാവങ്ങളായിരുന്നു. അപ്പോൾ ഓലെ പ്രയാസം ഇങ്ങനെ മുഹമ്മദ് വസ്ലം പ്രയാസപ്പെടുത്തിക്കൊണ്ടുള്ള ചെറിയ ചെറിയ റെസ്പോൺസുകൾ മാത്രമാണ് അവരുടെ ലൈഫിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ. ബാക്കി ഒന്നും അവരുടെ കുറ്റങ്ങളല്ല എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ എന്താണ് ഈ നുണയോടുള്ളൊരു പ്രതികരണം? ഇയാളെ പോലുള്ള ഈ എക്സ് മുസ്ലിംസ് യഥാർത്ഥത്തിൽ ചരിത്രത്തെ വക്രീകരിച്ചിട്ട് ചരിത്രത്തിൽ ഒരു നീതിയുമില്ലാതെ, ഒരു നീതിബോധമില്ലാതെ എങ്ങനെയൊക്കെയോ തോന്നിയതുപോലെ വിളിച്ചു പറയുക, തോന്നിയതുപോലെ വളച്ചൊടിക്കുക, എന്നിട്ട് അത് അവതരിപ്പിക്കുക. വലിയ റിസർച്ച് അവതരിപ്പിക്കുന്ന പോലെ എന്തോ ഇതുവരെ ആരും കണ്ടെത്താത്ത എന്തോ ഒരു പുതിയ സാധനം ഞാൻ കണ്ടെത്തി എന്ന രൂപേണ അവതരിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതിന്റെ റെഫറൻസുകൾ ഇങ്ങനെ നോക്കിയപ്പോൾ ഇപ്പോൾ ചരിത്രത്തിൽ ഒരു തെളിവുമില്ല. എന്തിന്? മക്കയിലെ മുശ്രിക്കുകൾ നബിയെ ഉപദ്രവിക്കുന്നതിന് അല്ലെങ്കിൽ നബിയെ കൊല്ലാൻ തീരുമാനിച്ചതിന് ശ്രമിച്ചതിന് ഇതിനൊന്നും ഒരു തെളിവും ചരിത്രത്തിൽ ഇല്ല എന്നാണ് ലിയാഖത്ത് അലി തട്ടിവിടുന്നത്. പക്ഷെ റെഫറൻസുകൾ നോക്കിയപ്പോൾ അതിന്റെ ആധിക്യം കാരണം അതിൽ കുറച്ചിലേക്ക് മാത്രം ഒതുക്കാൻ വേണ്ടി ആ റെഫറൻസ് ഇങ്ങനെ തപ്പുന്നതിന്റെ ഇടയ്ക്ക് ചിലത് മാത്രം എടുത്താൽ മതി, എല്ലാം എടുക്കണ്ട എന്നുള്ള രൂപത്തിലേക്ക് അത്ര റെഫറൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ അതിലെ 5ഓളം റെഫറൻസുകൾ മാത്രം ഞാൻ സൂചിപ്പിക്കുക. ഒറ്റ റെഫറൻസ് മതി ശരിക്കും ഈ കളവിനെ ഡീബങ്ക് ചെയ്യാൻ. പക്ഷേ 5ഓളം റെഫറൻസുകൾ എന്നാൽ കുറച്ചും കൂടി നമ്മൾ ഒരു ഈ പറയുന്ന കളവ് കുറച്ച് അതിന്റെ ഗൗരവം മനസ്സിലാക്കാനും അതോടൊപ്പം തന്നെ ഇവരുടെ ഈ കളവ് പറയുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ എത്രയോ കളവുകൾ നമ്മൾ പിടിച്ചതാണ്. ഇവർ തിരുത്തും നമുക്കൊരു പ്രതീക്ഷയില്ല. കാരണം ആത്മാർത്ഥമായോ സത്യസന്ധമായോ ഉള്ള ഒരു അന്വേഷണമൊന്നും അല്ല ഇവർ നടത്തുന്നത്. ഇവരുടെ ഒരു ഒരു രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്, അല്ലാതെ നമ്മൾ വെറുതെ ഒരു മുൻധാരണ അല്ല. ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ മക്കയിലെ മുശ്രിക്കുകൾ ശ്രമിച്ചതായി ചരിത്രത്തിലുള്ള തെളിവുകൾ. നമുക്ക് ആദ്യം ഹദീസുകളിലേക്ക് തന്നെ കിടക്കാം. കാരണം ഇപ്പൊ ലിയാഖത്ത് അലി പോലും വിമർശനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ടെക്സ്റ്റ് എന്ന് പറയുന്ന ഹദീസുകളാണ്. ഈ ഹദീസുകൾ വെച്ചിട്ടാണ് നബി അങ്ങനെ ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം, ഇങ്ങനത്തെ മറ്റേ ഓരോ വിഷയങ്ങളും എടുത്തിടുന്നത്. ഹദീസുകൾ തന്നെ നമുക്ക് പരിശോധിക്കാം. ഹദീസുകളിൽ ഏറ്റവും വിശ്വാസയോഗ്യമായി മുസ്ലിങ്ങൾ എല്ലാവരും അംഗീകരിക്കുന്ന സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാം 2797 ഹദീസിൽ. ആ ഹദീസിൽ ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് കാലഘട്ടത്തിലെ അതായത് ജീവിത കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ശത്രുത പുലർത്തി, നമ്മൾ ബദ്ധശത്രു എന്നൊക്കെ, ആജന്മ വൈരി എന്നൊക്കെ പറയുന്ന രൂപത്തിലുള്ള ഒരു ശത്രുവാണ് അബൂജഹൽ. ഈ അബൂജഹലിന്റെ ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയും. സ്വഹീഹ് മുസ്ലിം, ഞാൻ നേരത്തെ പറഞ്ഞ 2797 സ്വഹീഹ് മുസ്ലിം, അതിൽ പറയണം ഖാല അബൂജഹൽ പറഞ്ഞു, ഹൽ യുഅഫിറു മുഹമ്മദുൻ വജഹഹു ബൈന അൽഹുരിക്കും ഖാല ഫഖീല നഅം. അപ്പോൾ അബൂജഹൽ പറഞ്ഞു, അതായത് ഈ മക്കയിലെ മുശ്രിക്കുകളുടെ അവിശ്വാസികളുടെ ഒരു സദസ്സിലാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കളുടെ സദസ്സിലാണ്, കഅബയുടെ ചുറ്റുമാണെന്നാണ് സീറിയയിലെ ചില റിപ്പോർട്ടുകൾ കാണുന്നത്. അപ്പോൾ ശത്രുക്കളുടെ ഒരു സദസ്സിൽ നബിയുടെ ശത്രുക്കളെല്ലാം ഒരുമിച്ച് കൂടി. അക്കൂട്ടത്തിൽ ഏറ്റവും വലിയ ശത്രുവായ അബൂജഹൽ അവിടെ ഉണ്ട്. അബൂജഹൽ അവരോട് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങാനും അദ്ദേഹത്തിന്റെ തല കുനിച്ച് അദ്ദേഹം നമ്മൾ സുജൂദ് എന്ന് പറയുന്ന ആ സാഷ്ടാംഗം പ്രണമിക്കുന്ന ആ സന്ദർഭത്തിലാണ് എങ്കിൽ അങ്ങനെയാണോ എന്ന് ചോദിച്ചു ആദ്യം. അപ്പോൾ അവർ കൂടുതലുള്ള ആളുകൾ പറഞ്ഞു നഅം, അതെ, അദ്ദേഹം സാഷ്ടാംഗം നമിക്കാണ്. അപ്പോൾ അദ്ദേഹം പറയണം ഫഖാല വല്ലാത്തി വൽ ഉസ്സ
ലാത്തയും ഉസ്സയും തന്നെയാണ് സത്യം, അവരുടെ പ്രധാനപ്പെട്ട ദൈവങ്ങളായിരുന്നു. ആ ദൈവങ്ങളെ തൊട്ട് സത്യം ചെയ്ത് പറയാണ് അബൂജഹൽ, ലഇൻ റഅയ്തുഹു യഫ്അലു ദാലിക, അങ്ങനെ അദ്ദേഹം സുജൂദ് ചെയ്യുന്നത് ഞാൻ കണ്ടിരുന്നെങ്കിൽ ലഅതഅന്ന അലാ റഖബതിഹി ഔ ലഉഅഫിറന്ന വജ്ഹഹു ഫിത്തുറാബ്. എത്രത്തോളം ദേഷ്യം നുരഞ്ഞു പൊന്തുന്നുണ്ട് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം പറയുന്നത് ലഅതഅന്ന അലാ റഖബതി, അദ്ദേഹം ഇങ്ങനെ സുജൂദിലിരിക്കുകയാണല്ലോ, അപ്പോൾ അദ്ദേഹത്തിന്റെ കഴുത്തിൽ ഞാൻ ചവിട്ടി മെതിക്കും, എൻ്റെ കാലുകൊണ്ട് ഞാൻ ചവിട്ടി മെതിക്കും. ഔ ലഉഅഫിറന്ന വജ്ഹഹു ഫിത്തുറാബ്, അല്ലെങ്കിൽ മുഹമ്മദിന്റെ മുഖം സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിന്റെ മുഖത്തിലേക്ക് ഞാൻ മണ്ണ് വാരി എറിയും, മണ്ണ് പറ്റിപ്പിക്കും. അപ്പോ ഇതൊക്കെയാണ് കാണണോന്നിരിക്കാണ്. ലിയാഖത്തിനെ സംബന്ധിച്ചിടത്തോളം സാധുവാണ് ഇപ്പോഴും. ഈ ശത്രുക്കളും ഇതൊക്കെ കണ്ടു നിൽക്കുന്ന, ഇത് കണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന ശത്രുക്കളും ഭയങ്കര സാധുക്കളാണ്. ഈ വീഡിയോയിൽ ഇവർ പറയുന്നുണ്ട്, എന്താ പറയാ, നിഷ്കളങ്കരായ ഗുണകാംക്ഷികളായിട്ടുള്ള ആളുകളാണ് ഇത്ര മക്കളെ കുറിച്ച്. അപ്പൊ എന്നിട്ട് പിന്നെ തുടരുന്നുണ്ട്, ഖാല ഫഅതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് അബൂജഹൽ, ഇതിപ്പോ അബൂജഹൽ പറഞ്ഞതാണ് ഇങ്ങനെ ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാണ്. അതിൽ തന്നെ ആ വെറുപ്പ് പ്രകടമാണ്, കൊല്ലണം എന്നുള്ള ആഗ്രഹം പ്രകടമാണ്, ഉദ്ദേശം പ്രകാരം. ഫഅതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക്, അപ്പം സുജൂദ് ചെയ്യുന്ന അവസ്ഥയിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വന്നു. വഹുവ യുസല്ലി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുകയാണ്. ജഅമ ലിയതഅ അലാ റഖബതി, അദ്ദേഹം ശ്രമിച്ചു, കാലുകൊണ്ടൊന്ന് ചവിട്ടി മെരിക്കാൻ ശ്രമിച്ചു. ഖാല ഫമാ ഫജിഅഹും മിൻഹു ഇല്ലാ വഹുവ യൻകിസു അലാ അഖിബൈഹി വയത്തഖി ബിയദിഹി, അപ്പോൾ പെട്ടെന്ന് അദ്ദേഹം തിരിച്ചിങ്ങനെ മടങ്ങുകയാണ്, തിരിച്ച് ഓടിയിട്ട് പിന്തിരിഞ്ഞു പോയിട്ട് വയത്തഖി ബിയദിഹി, അദ്ദേഹത്തിന്റെ കൈ കൊണ്ട് ഇങ്ങനെ ആട്ടി അകറ്റാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ തീയൊക്കെ അല്ലെങ്കിൽ തീയിന്റെ പുകയൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ വരുമ്പോൾ, പൊടിപടലങ്ങൾ വരുമ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെ ആട്ടി അകറ്റാൻ ശ്രമിക്കും, ഇതേപോലെ ഇങ്ങനെ ആട്ടി അകറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടു നിൽക്കാൻ ശത്രുക്കൾ അവിടെ ഉണ്ട്, കാഴ്ചക്കാരായിട്ട് അവിടെ ഉണ്ട്. അവരിങ്ങനെ അത്ഭുതപ്പെട്ടു, എന്തിനാ അവിടെ ഒന്നും കാണുന്നില്ല, അവർ ഇപ്പോൾ പൊടിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഗതികൾ കാണുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം വന്നപ്പോൾ ഫഖീല ലഹു മാലക, അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, അബൂജഹലിനോട് ചോദിച്ചു, എന്ത് പറ്റി, വലിയതിൽ വീരവാദം പറഞ്ഞു പോയതാണല്ലോ, നബീനെ ചവിട്ടി ഞെരിക്കാൻ പോയതാണല്ലോ, പെട്ടെന്ന് തിരിച്ചു ഓടുന്നു, എന്ത് പറ്റി മാലക് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഇന്ന ബൈനി വ ബൈനഹു ലഖന്ദഖൻ മിൻ നാരിൻ വഹൗലൻ വഅജ്നിഹ, എനിക്കും അദ്ദേഹത്തിനും ഇടയിൽ ഞാനൊരു കിടങ്ങ് കണ്ടു, അപ്പോൾ ആ കിടങ്ങ് മറികടക്കാൻ എനിക്ക് പ്രയാസം തോന്നി, അതോടൊപ്പം തന്നെ ആ കിടങ്ങിൽ തീ ഉണ്ടായിരുന്നു, അതുപോലെ എനിക്ക് ഭീതി അനുഭവപ്പെട്ടു, ഹൗലൻ വ അജ്നിഹ, അതുപോലെ അതിൽ ചിറകുകളുള്ളത് പോലെ എനിക്ക് തോന്നി. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ അനുഭവപ്പെടാം, ഇത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മിറക്കിളായി, ഒരു മുഅ്ജിസയൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. ഏതായാലും ഇവിടെ ഞാൻ പറഞ്ഞു വന്നതിന്റെ ഒരു ചുരുക്കതാണ്, അബൂജഹൽ ചവിട്ടി മെതിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പോയിട്ടുണ്ട്. ഇനി ചിലപ്പോൾ ഇത് കേട്ടിട്ട് പറയും, ന്യായീകരിക്കാൻ വേണ്ടി പറയും, ഇവിടെ കൊല്ലാൻ വേണ്ടിയുള്ള ശ്രമം, ഇവിടെ ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ഇവർ അത്ര നിഷ്കളങ്കരല്ല എന്നുള്ള സംഗതി പിടുത്തം കിട്ടി. ഇനി ഇവർ കൊല്ലാൻ ശ്രമിച്ചില്ല. ഓക്കെ, നമുക്ക് അടുത്ത റെഫറൻസിലേക്ക് പോകാം. ഇത് അബൂജഹൽ എന്ന് പറയുന്ന ഒരു ബദ്ധശത്രുവിന്റെ സംഭവമാണ്. ഇനി വേറെ ഇസ്ലാമിക ലോകത്ത് വളരെയധികം പ്രശസ്തനായ അംർ ഇബ്നുൽ ആസ് എന്ന് പറയുന്ന ഒരു സൈനിക കമാൻഡർ ഉണ്ടായിരുന്നു. അദ്ദേഹം ആദ്യം അമുസ്ലിം ആയിരുന്നു, പിന്നീട് ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷമാണ് അദ്ദേഹം പ്രശസ്തനായ കമാൻഡർ ആകുന്നത്, മുസ്ലിങ്ങളുടെ കമാൻഡർ ആകുന്നത്. അദ്ദേഹം ഈജിപ്ത് കീഴടക്കുന്നതിലൊക്കെ വലിയ പങ്കുവഹിച്ച ഒരു കമാൻഡർ. അദ്ദേഹം മരണശയ്യയിലായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ചുറ്റിലും ആളുകൾ കൂടിയപ്പോൾ അദ്ദേഹം ഇങ്ങനെ അദ്ദേഹം കരയുന്നു. ഇത് സ്വഹീഹ് മുസ്ലിമിൽ തന്നെ ഉള്ള 121 ഒരു ഹദീസാണ്. അതിൽ അദ്ദേഹം കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ചുമരിലേക്ക് തിരിഞ്ഞിട്ടാണ് കരയുന്നത്, ആളുകളെ അഭിസംബോധന ചെയ്തിട്ടല്ല. കുറച്ച് കഴിഞ്ഞിട്ട് കുറേ നേരം കരഞ്ഞു, എന്നിട്ട് അതിനുശേഷം അദ്ദേഹം ആളുകൾ അഭിസംബോധന ചെയ്യാൻ തുടങ്ങി. ആ അഭിസംബോധന ചെയ്തുകൊണ്ട് അപ്പോൾ അദ്ദേഹം കരയുമ്പോൾ ഇങ്ങനെ അദ്ദേഹത്തിന് മകൻ ചോദിക്കുന്നുണ്ട്, അമാ ബഷറക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബികദ, അപ്പം മരണത്തിൻ്റെ ഇതിൽ ഇനി എന്തായിരിക്കും എൻ്റെ അടുത്ത ജീവിതത്തിൽ എൻ്റെ അവസ്ഥ, പരലോകത്തിൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഉപ്പ കരയണത് എന്നാണ് മകൻ വിചാരിച്ചത്. പക്ഷേ അതുകൊണ്ട് മകൻ ഇങ്ങനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു, റസൂൽ നിങ്ങൾക്ക് കുറേ സന്തോഷ വാർത്തകൾ നൽകിയതല്ലേ, സ്വർഗത്തിൽ ഇന്ന സ്ഥാനം, ഇങ്ങനത്തെ കുറേ സംഗതികൾ നൽകിയതല്ലേ, പിന്നെന്തിനാണ് ഇങ്ങനെ കരയണത്. അപ്പോൾ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ആ കരച്ചിലിന്റെ കാരണം. അദ്ദേഹം ഫഖാല ഇന്ന അഫ്ളല മാ നുഇദു ഷഹാദത്തു ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, ഇസ്ലാമിലെ കലിമത്തു ഷഹാദ, അതായത് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, ഇതാണ് എനിക്ക് കിട്ടിയ സൗഭാഗ്യങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ സൗഭാഗ്യമായി ഞാൻ എണ്ണുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇന്നി ഖദ് കുൻതു അലാ അത്ബാഖിൻ തലാസ്, ഞാൻ ജീവിതത്തിൽ 3 അവസ്ഥകളിലൂടെ കടന്നുപോയിട്ടുണ്ട്. അതിലൊന്നാമത്തെ അവസ്ഥ ലഖദ് റഅയ്തുനി വമാ അഹദുൻ അശദ്ദ ബുഗ്ദൻ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിന്നി. അദ്ദേഹം പറയാണ്, എൻ്റെ ആദ്യത്തെ ഫേസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ 3 ഘട്ടങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ എന്നെക്കാളും അള്ളാഹുവിൻ്റെ റസൂലിനെ, ദൂതനെ അദ്ദേഹത്തോട് വെറുപ്പുള്ള വേറൊരാളും ഇല്ലായിരുന്നു. അത്രമേൽ പ്രവാചകനെ വെറുത്തൊരു കാലഘട്ടത്തിലൂടെയാണ് ഞാൻ കടന്നുപോയത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വലാ അഹബ്ബ ഇലയ്യ അൻ അകൂന ഖദ് ഇസ്തംകൻതു മിൻഹു ഫഖതൽതുഹു ഫലൗ മുത്തു അലാ തിൽകൽ ഹാലി ലകുൻതു മിൻ അഹ്ലിന്നാർ. അദ്ദേഹം പറയാണ്, മാത്രമല്ല ഞാൻ ഏറ്റവും കൂടുതൽ
ആഗ്രഹിച്ച സംഭവം എന്താ വെച്ചാൽ അൻ അക്കൂന ഖദിസ്തംകൻതു മിൻഹു ഫഖതൽതു, അദ്ദേഹത്തെ അതിജയിച്ച്, ഒരു മൽപ്പിടുത്തത്തിൽ അതിജയിച്ച് അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ. കൊല്ലാൻ. ഇതാണ് നമ്മൾ. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശത്രുത ഉണ്ടായിരുന്ന ആളുകളിൽ, ശത്രുത ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ, പൂർവ്വകാലഘട്ടത്തിൽ അംർ ഇബ്നുൽ ആസ് കൊല്ലണം എന്ന് ആഗ്രഹിച്ചു. അത് അംർ ഇബ്നുൽ ആസ് എന്ന് പറയുമ്പോൾ അതെ അദ്ദേഹം പ്രവാചകന്റെ ആ കാലത്ത് പോലും, ഇപ്പൊ നമ്മള് ആ കാലത്ത് പ്രവാചകനെ എതിർക്കുന്ന ആളുകൾ എടുത്തു നോക്കിയാല് അതിലെ മേജർ ആളല്ല അതെ അംർ ഇബ്നുൽ അതെ ആസ്. അതെ മേജർ ആളുകളുടെ അബൂജഹൽ കാണും, അബു ലഹബ് കാണും, ഉഖ്ബത്ത് നബി മുഅയ്ത്ത് കാണും, ഉത്ബ കാണും, ഷെയ്ബ കാണും. ഇങ്ങനത്തെ ഒരുപാട് ആളുകൾ, ഉമയ്യത്ത് ബിൻ ഖലഫ് കാണും, ഉബയ്യ് ബിൻ ഖലഫ് കാണും. ഇങ്ങനത്തെ ഒരുപാട് ആളുകൾ അവിടെ മേജർ ലെവലിൽ നിൽക്കുന്നുണ്ട്, മെയിൻ സ്ട്രീമിൽ നിൽക്കുന്നുണ്ട്. ഭയങ്കര ലൗഡായി പ്രവാചകനെ എതിർക്കുന്ന, ഭയങ്കര എക്സ്ട്രീമായി പ്രവാചകനോട് റെസ്പോണ്ട് ചെയ്യുന്ന ആളുകൾ. ഈ ആളുകളെ മനസ്സിനെ പറ്റി അല്ല പറയുന്നത്. ഇങ്ങനൊന്നും വളരെ ലൗഡായി കാണാത്തൊരാളുടെ മനസ്സിൽ പോലും അതെ അതെ എന്തുണ്ടായിരുന്നു, ഞാൻ അദ്ദേഹത്തെ കൊല്ലണം, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭിലാഷമായിട്ട് അദ്ദേഹത്തെ കൊല്ലണം എന്ന ചിന്ത ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയായിരുന്നു സൊസൈറ്റി മുഹമ്മദ് സുബ്ബ കണ്ടിരുന്നത്, എങ്ങനെയായിരുന്നു മുസ്ലിങ്ങളെ കണ്ടിരുന്നത് എന്ന് വളരെ വ്യക്തമാണ്. അതെ. പക്ഷെ അവിടെയാണ് ഇയാൾക്കത് ഈ കളവ് പറയണത്. കള പറയുന്നത് ചരിത്രത്തിൽ ഒരു തെളിവില്ല. ഇപ്പൊ രണ്ടാമത്തെ തെളിവില്ല നമ്മള്, ഇനിയുണ്ട് തെളിവുകൾ, അത് തെളിവുകൾ. കാണിച്ചു കൊടുക്കുക. ഇനി ഇതിപ്പോ സ്വഹീഹ് മുസ്ലിം 121 ഹദീസാണ്, അതിലുള്ള തെളിവാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തൊരു തെളിവ് എന്ന് പറഞ്ഞാൽ, ഇതിനൊരു തെളിവില്ല എന്ന് പറയുന്നത് വളരെ കൃത്യമായ മറുപടി, വളരെ കൃത്യമായ റെഫ്യൂട്ടേഷനാണ് തെളിവുകൾ നൽകുന്നത്. അതിലൊന്ന് എന്താണെന്ന് വെച്ചാൽ സ്വഹീഹുൽ ബുഖാരി. ഈ സ്വഹീഹുൽ ബുഖാരിയിലെ 3906 3906 ഈ ഹദീസിൽ നമുക്ക് കാണാം. അതിൽ സുദീർഘമായ ഒരു ഹദീസാണ്. അതിൽ സുറാഖ ഇബ്നു ജുഅശം എന്ന് പറയുന്ന ഒരു വ്യക്തി പറയുന്നത് നമുക്ക് കാണാം. യഖൂലു ജാഅന റസൂലു കുഫാരി ഖുറൈശ്. അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പലായനം ചെയ്തല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട് പറയണ ആണ്. അത് മുഹമ്മദിന്റെ ആവശ്യമായിരുന്നു, അധികാരം സ്ഥാപിക്കാൻ വേണ്ടി ഇങ്ങനെ കുറെ ന്യായങ്ങളൊക്കെ പറഞ്ഞു. ഉടന്ത ന്യായങ്ങളാണ്, അത് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഇവിടെ ഈ സുറാഖ പറയാണ്, ഈ ഒരു ഘട്ടം ഉണ്ടല്ലോ, മുഹമ്മദ് വിശ്വാസം ഇങ്ങോട്ടേക്ക് യാത്ര ചെയ്ത സംഭവം, അപ്പോൾ അവരിങ്ങനെ അന്വേഷിക്കാണ് നബിയും അബൂബക്കറും എവിടെ, അവരെ കിട്ടിയാൽ എന്ത് ചെയ്യണം എന്നിങ്ങനെ സുറാഖ ആ അറിയിപ്പിനെ കുറിച്ച് ഇങ്ങനെ പറയാം. യഖൂലു ജാഅനാ റസൂലു കുഫാരി ഖുറൈശ്. ഖുറൈശ് ഗോത്രത്തിൽ നിന്നുള്ള കുറച്ച് ദൂതന്മാർ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു എന്ന് ഈ വിഷയം പറയാനാണ്. യജ്അലൂന ഫി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅബീ ബക്രിൻ ദിയത കുല്ലി വാഹിദി മിൻഹുമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേപോലെ അബൂബക്കർ, നബിന്റെ കൂടെ ഉണ്ടായിരുന്ന സന്തത സഹചാരിയാണല്ലോ, ഇവർ രണ്ടുപേർക്ക് ഇനാം പ്രഖ്യാപിച്ചു എന്നാണ്. ഇവരുടെ ചുരുക്കി പറഞ്ഞ തലക്ക് വിലയിട്ടു. തലക്ക് വിലയിട്ടു. ഇവരുടെ തല ആര് വെട്ടിക്കൊണ്ടിരുന്നോ അവർക്ക് വില കൊടുക്കും, അവർക്ക് ഇനാം കൊടുക്കും, അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കും. മൻ ഖതലഹു ഔ അസറഹു, വളരെ എക്സ്പ്ലിസിറ്റ് ആയി, വളരെ ക്ലിയർ ആയി അതിൽ പറയുന്നു. മൻ ഖതലഹു, ആരാണോ അവരെ കൊല്ലുന്നത് അവർക്ക് ഇനാമുണ്ട്. ഇനി കൊല്ലാൻ കഴിയില്ലെങ്കിലോ ഔ അസറഹു, അവരെ ബന്ദിയാക്കിയ ഇതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ. ലിയാഖത്ത് പറയണത് എന്താണ്, ഇത് തങ്ങളുടെ ഗോത്രത്തിൽ നിന്ന് പോയ ആളുകളെ പിടിക്കുന്നു മാത്രമേ ഉള്ളൂ, തലക്ക് വിലയിട്ടത്. ഒരാളെ കൊന്നാൽ പിടിച്ചു കൊണ്ടുവന്നാൽ എന്ന് പറഞ്ഞ ഓർഡറിൽ അവിടെ വിലയിടുന്ന എന്തിനാണ്? അതും ദൂതന്മാരെ ഉദ്ധരിച്ചിട്ടാണ് പറയുന്നത്. ഈ ഖുറൈശ് ഗോത്രത്തിലെ ദൂതന്മാർ ഞങ്ങളോട് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഈ അറിയിപ്പ് എന്താണെന്ന് പറയാണ്, ഈ സന്ദേശം എന്താണെന്ന് പറയാണ്. ഇതിനെയാണ് മൂപ്പർ എന്ത് പറഞ്ഞത്, ഗോത്രത്തിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് പോകുന്നതിന്റെ ഒരു ചെറിയൊരു വഴക്ക്. ഇപ്പൊ നമ്മള് മറ്റേ മോനൊക്കെ വിട്ടുപോയ പറയില്ലേ, ഈ വാടാന്നൊക്കെ പറഞ്ഞ് വിളിച്ചോണ്ടാൻ പോകില്ലേ, അങ്ങനെ വിളിച്ചോണ്ടാൻ പോകുന്ന പോലത്തെ ഒരു വളരെ ലഘൂകരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഈ കൊല്ലാൻ വേണ്ടി വിട്ട ആളുകളെ പറ്റി ലിയാഖത്ത് പറഞ്ഞു. ഇനാം പ്രഖ്യാപിച്ച വിഷയത്തെ പറ്റി ലിയാഖത്ത് കളവ് പറയാ, പച്ച കളവ് പറയാ. നമ്മള് ഒരു ഉളുപ്പില്ല എന്നറിയില്ല, അങ്ങനെ തന്നെ അതിനെക്കുറിച്ച് പറയണമെന്ന് തോന്നുന്നു. പിന്നെ അടുത്ത റെഫറൻസ്, ഇനി റെഫറൻസ് തീരണില്ല. ഇനി ഇപ്പൊ ഇതുവരെ ഉള്ളത് എന്താണ്, ഇത് അറിയിച്ചു, ഇപ്പൊ ഇനാം പ്രഖ്യാപിച്ചു, ഫിസിക്കലായിട്ട് അറ്റാക്ക് ചെയ്തിട്ടില്ലല്ലോ, ന്യായീകരിച്ചേക്കാം. അതിനുണ്ട് തെളിവ് നമുക്ക് കാണാം. സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെ 3678 ഹദീസ്. നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചു മുഹമ്മദ് വസ്സലാമിന്റെ ഏറ്റവും പ്രോമിനന്റ് ആയ, ഏറ്റവും പ്രഗത്ഭരായ ചില ശത്രുക്കളെ കുറിച്ച്. അതിൽപ്പെട്ട ഒരാളായിരുന്നു ഉഖ്ബ ഇബ്നു അബീ മുഅയ്ത്ത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം നമുക്ക് കാണാം. അബ്ദുല്ലാ ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു, ആ സ്വഹാബിയോട് ചോദിക്കപ്പെട്ടു, അൻ അശദ്ദി മാ സ്വനഅൽ മുശ്രികൂന ബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റ മുശ്രിക്കുകളിൽ നിന്ന്, മക്കയിലെ ബഹുദൈവ വിശ്വാസികളിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന് ഏറ്റവും പ്രയാസകരമായ സംഗതി എന്താണ്, ഏറ്റവും പ്രയാസകരമായ അനുഭവം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, ഖാല റഅയ്തു ഉഖ്ബ ഇബ്നു അബീ മുഅയ്ത്ത്, ഈ ഉഖ്ബയെ ഞാൻ കണ്ടു. ജാഅല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഉഖ്ബ എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നു. വഹുവ യുസല്ലി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുകയാണ്. ഫവദഅ റിദാഅഹു ഫി ഉനുഖിഹി, അപ്പോൾ അറബികൾ ഇങ്ങനെ ഒരു തട്ടിടല്ലോ, തലയിൽ കൂടെ ഒരു തട്ടിടും. ആ തട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിലിട്ടു. ഫഖനഖഹു ബിഹി,
എന്നിട്ട് ആ തട്ടം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴുത്ത് ഞെരിച്ചു എന്നാണ്. ഞെരിച്ചു. അപ്പൊ കഴുത്ത് ഞെരിച്ച് കൊന്നു എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഫഖനഖഹു ബിഹി ഖൻഖൻ ശദീദ, വളരെ ശക്തിയില് വളരെ ശക്തിയിൽ ശക്തിയിലുള്ള മുറുക്കം മുറുക്കി എന്നുള്ളതാണ്. മുറുക്കി എന്ന് പറഞ്ഞു. ഫജാ അബൂബക്കറിൻ, അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു വരാണ്. വന്നു. ഹത്താ ദഫഅഹു, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിരോധിച്ചു. അൻഹു ഫഖാല എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു അത് മറുപടി ചോദിക്കുന്നു. പറയേണ്ടി വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. ഫഖാല, എന്നിട്ട് അബൂബക്കർ ചോദിക്കാണ് ഈ ഉഖബയോട്, ഇങ്ങനെ ഞെരിച്ച് കൊല്ലാൻ ശ്രമിച്ച ഉഖബയോട് ചോദിക്കാണ്, അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്, എന്റെ രക്ഷിതാവ് അല്ലാഹു ആണ് എന്ന് പറഞ്ഞതിനാൽ നിങ്ങൾ ഒരു മനുഷ്യനെ കൊല്ലുകയാണോ എന്നാണ് ചോദിച്ചത്. അതായത് അവിടെ ആക്ച്വലി ലിറ്ററലി ഉഖബത്ത് നബി മുആവിദ് കൊല്ലാൻ പോയതാണ്. ഫിസിക്കലി കൊന്നുകൊണ്ടിരിക്കുകയാണ്. ആ അതെ. കൊല്ലലിന്റെ പ്രോസസ്സിലാണ്. അവിടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു രക്ഷിക്കുകയാണ്. ഇങ്ങോട്ട് പറയണത് നീ കൊല്ലുകയാണ് ഒരാളെ. അതെ. എന്തിന്റെ പേരിൽ? അതായത് ഉഖബത്ത് നബി മുആവിദ് ചെയ്യുന്ന ഒരു തിന്മയുടെ ഡെപ്ത് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ഒരാള് എന്റെ റബ്ബ് അല്ലാഹു ആണെന്ന് പറഞ്ഞതിന്റെ പേരിലാണോ നീ ഒരാളെ കൊല്ലുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അവിടെ ഈ വിഷയം വളരെ സിംപ്ലി ക്ലോസ്ഡ് ആണ്. ഉഖബത്ത് നബി മുആവിദ് പോയി കൊല്ലാനുള്ള തന്റെ ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യുന്നത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു തടയുന്നത്. അപ്പൊ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളതിന് വേറെ എവിഡൻസിന്റെ ആവശ്യമില്ല. പക്ഷെ എന്നാലും ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കും, മറ്റേ കരാറ് ചോദിച്ച പോലെ അല്ല, ഇങ്ങനെ ഇനി ചോദിച്ചോണ്ടിരിക്കും. വേറെ കമന്റ് എന്താ വെച്ചാല് കൊന്നിട്ടില്ലല്ലോ എന്നായിരിക്കും ഇവര് പറയാ. കൊന്നാ പിന്നെ ആളില്ലല്ലോ. മൂപ്പർക്ക് ഇനി എന്ത് വേണ്ടിരുന്ന അറിയോ? 63 വയസ്സിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്നതിന് മുമ്പ് നബിനെ കൊന്നു എന്നതിന് തെളിവ് വേണ്ടിവരും. 40 വയസ്സിലും കൊന്നിട്ടുണ്ട്, 41 കൊന്നിട്ടുണ്ട്, അങ്ങനെ 4 വട്ടം നബിനെ കൊന്നിട്ടുണ്ട് എന്ന് കിട്ടുമ്പോ ഓക്കേ എന്ന് പറയാനായിരിക്കും ഇപ്പൊ ഉദ്ദേശം. വളരെ ബാലിശാണ് ഇവരുടെ വിമർശനങ്ങൾ. ഒരു ചരിത്രത്തോട് ഒരു സത്യസന്ധത ഇല്ലല്ലോ. കുറച്ചെങ്കിലും ഒരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ആ തെറ്റ് പറ്റിയതെങ്കിലും ഒന്ന് തുറന്ന് സമ്മതിക്കണം എന്ന് നമ്മൾ വിനീതമായി അഭ്യർത്ഥിക്കുക. ഇനി ലാസ്റ്റ് ഒരു റെഫറൻസ് കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ പറഞ്ഞതൊക്കെ ഹദീസുകളിൽ നിന്നാണ്, സ്വഹീഹായ വിശ്വാസയോഗ്യമായ എല്ലാ മുസ്ലിങ്ങളും അംഗീകരിക്കുന്ന ഹദീസുകളിൽ നിന്നാണ് തെളിവ് പറഞ്ഞത്. ഇനി സീറയിൽ നിന്ന് ഒരു തെളിവ് പറയാം. സീറയിൽ നിന്ന് ഒരുപാട് സീറകളുണ്ട്. അതിൽ ഇബ്നു ഹിഷാമിന്റെ സീറയിൽ നിന്ന് ഇബ്നു ഇസ്ഹാഖ് എന്ന് പറയുന്ന വേറൊരു ചരിത്രകാരനെ ഉദ്ധരിച്ചുകൊണ്ട് പറയാണ്. ഓക്കെ, ഇതൊരു കൊട്ടേഷനാണ്, ഇബ്നു ഇസ്ഹാഖിൽ നിന്നുള്ള കൊട്ടേഷനാണ്. ഇബ്നു ഹിഷാമാണ് ഇത് കോട്ട് ചെയ്യുന്നത്. ഇനി അദ്ദേഹത്തിന്റെ സീറത്ത് ഗ്രന്ഥത്തിൽ ഇബ്നു ഹിഷാമിന്റെ സീറ ഗ്രന്ഥത്തിൽ അദ്ദേഹം കൊടുത്തൊരു തലക്കെട്ടുണ്ട്, ഖുറൈശുൻ തഅറുദു അമ്മാർ ഇബ്നുൽ വലീദ് അലാ അബി താലിബ് എന്ന് പറയുന്ന ഒരു തലക്കെട്ടിന്റെ കീഴിൽ വരുന്ന സംഭവമാണ്. അതിൽ പറയുന്നത്, ഞാൻ അതിന്റെ ആശയം മാത്രം പറയാം. അതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ, അബൂ താലിബിന്റെ അടുക്കൽ, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എളാപ്പയാണല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പയുടെ അനിയനാണ് അബൂ താലിബ്. ഈ അബൂ താലിബ് ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കുന്നത്. അബൂ താലിബ് മുസ്ലിം അല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമാണ്. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ആണെങ്കിലും ശരി, എൻ്റെ ജ്യേഷ്ഠന്റെ മകനായതുകൊണ്ട് ഞാൻ സംരക്ഷിക്കും. ഇതായിരുന്നു അബൂ താലിബിന്റെ നിലപാട്. അപ്പോൾ അബൂ താലിബിന്റെ അടുക്കലേക്ക് ഈ ശത്രുക്കളായിട്ടുള്ള ആളുകൾ, അബൂ ജഹലിനെ പോലെ, വലീദ് ഇബ്നുൽ മുഗീറ, ഇങ്ങനത്തെ ആളുകളൊക്കെ വന്നിട്ട് പറയാണ്, എന്തിനാണ് വെറുതെ ഈ നമ്മുടെ പിതാക്കന്മാരുടെ മതത്തെ അധിക്ഷേപിക്കുന്ന, നമ്മുടെ മതത്തിന് വിലങ്ങുതടിയായി നിൽക്കുന്ന ഈ മുഹമ്മദിനെ വെറുതെ വളർത്തുന്നത്? നിങ്ങൾക്കൊരു നല്ല മകനെ വളർത്തണം എന്നാണോ ആഗ്രഹം? ഞങ്ങൾ അമ്മാർ ഇബ്നുൽ വലീദ് ഇബ്നുൽ മുഗീറ, ആ കൂട്ടത്തിൽ വന്ന ഒരാളുടെ മകൻ കൂടിയാണ്. വലീദ് ഇബ്നുൽ മുഗീറന്റെ മകനെ, ഖാലിദ് ഇബ്നു വലീദിന്റെ ബ്രദറിനെ, അതെ, അമ്മാറ ഇബ്നുൽ വലീദ് ഇബ്നുൽ മുഗീറ, ഇദ്ദേഹത്തെ ഞങ്ങൾ മകനായി തരാം. മുഹമ്മദ് നബി ഇങ്ങോട്ട് തന്നോ, ജ്യേഷ്ഠന്റെ മോനെ ഇങ്ങോട്ട് തന്നോ, എന്നിട്ട് എന്തിനാണ്? ലിയാഖത്ത് പറഞ്ഞ മാതൃകായോഗ്യമായിട്ടുള്ള ഖുറൈശികളുടെ കൾച്ചർ എന്നുള്ള, എന്നിട്ട് എന്തിനാണ് എന്നാണ് പറയുക, ഫറഖ ജമാഅത ഖൗമിക്, അദ്ദേഹം നമ്മുടെ സമൂഹത്തെ ഭിന്നിപ്പിച്ചു. ഇത് മുഹമ്മദ് നബി കുറിച്ച് പറയാം. വസഫഹ അഹ്ലമഹും, അവരുടെ സ്വപ്നങ്ങൾ മുഴുവൻ. കാരണം മുശ്രിക്കുകളെ ബഹുദൈവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ആധിപത്യം നഷ്ടപ്പെടും എല്ലാവരും മുസ്ലിങ്ങളായി കഴിഞ്ഞാൽ. കാരണം ഇവരുടെ ഗോത്രീയമായ ആ വർഗീയ മനോഭാവം, സവർണ മനോഭാവം, ഇതിനൊക്കെ ഇസ്ലാം എതിരാണല്ലോ. അപ്പോൾ അതാണ് അവരുടെ പ്രതീക്ഷകളെയും സ്വപ്നങ്ങളെയും ഒക്കെ തകർത്ത് കളയും മുഹമ്മദ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്തിനാണ് ഇവനെങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്? അതിന് പകരം ഞങ്ങൾ അമ്മാറയെ തരാം. അമ്മാറ എന്ന് പറഞ്ഞാൽ എന്താ? ഞങ്ങളിൽപ്പെട്ട അൻഹദാണ്, ഞങ്ങളിൽ ഏറ്റവും ശക്തനാണ്, അജ്മലാണ്, ഏറ്റവും സുന്ദരനാണ്, ഇങ്ങനെ ഒരു മകനെ നിങ്ങൾ വളർത്തിക്കോ, ഞങ്ങൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പകരം തരാം. എന്നിട്ട് എന്തിനാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് തരേണ്ടത്? ചെറുതായിട്ടൊന്ന് കൊല്ലാൻ. അതായത് ഇത് വെറും ആഗ്രഹത്തെ പറ്റിയോ കൊല്ലാനുള്ള ഒരു ഉദ്ദേശത്തെ പറ്റിയല്ലോ പറയുന്നത്, കൊല്ലാനുള്ള എക്സിക്യൂഷനിലേക്ക് പോവാണ്. നിങ്ങൾ ഡീല് സംസാരിക്കുകയാണ്, നിങ്ങൾ തരി, ഞങ്ങൾ കൊല്ലട്ടെ, ഞങ്ങൾക്ക് ഇതും തരാന്നുള്ള ഒരു ഡീല് അവിടെ ആരുടെ അബൂ താലിബിനോട് സംസാരിക്കുകയാണ്. അവിടെ അബൂ താലിബ് അത് സമ്മതിക്കാത്തത് കൊണ്ട് മാത്രം, അതെ, എന്നിട്ട് അബൂ താലിബ് വല്ലാഹി ലബിഅസ മാ തസൂമുനനി, നിങ്ങൾ എന്തൊരു കാര്യമാണ്, വളരെ മോശം കാര്യമാണ് നിങ്ങൾ എന്നോട് പറയണത്. എന്റെ മകനെ അതഅ്തൂനനി ഇബ്നക്കും അഗ്ളൂഹു ലക്കും, എന്നിട്ട് നിങ്ങളുടെ മകനെ എനിക്ക് തരികയും എന്നിട്ട് അവനെ ഞാൻ തീറ്റിപ്പോറ്റി വളർത്തുകയും ചെയ്യണം. വഅതീകും ഇബ്നി തഖ്തുലൂനി,
തഖ്തുലൂന, എന്നിട്ട് എൻ്റെ മകനെ, അതായത് ജ്യേഷ്ഠൻ്റെ മകനാണെങ്കിലും സ്വന്തം മകൻ എന്നുള്ളൊരു പരിഗണനയാണ് കൊടുത്തത്. വഅതീകും ഇബ്നി തഖ്തുലൂന, എന്നിട്ട് എൻ്റെ മകനെ നിങ്ങൾക്ക് കൊല്ലാൻ തരണോ, വിട്ടു തരണോ, ഹാദാ വല്ലാഹി മാ ലാ യകൂന അബദ, ഈ അള്ളാഹു തന്നെ സത്യം, ഇത് ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് അബൂ താലിബ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള നിലപാട് എടുക്കുന്ന നമുക്ക് കാണാൻ ഇത് കഴിയും. വേറെ എന്താ ഇപ്പോ ഇത് നമ്മളിപ്പോ 5 റെഫറൻസ് പറഞ്ഞു, ഇനി ഒരുപാട് റെഫറൻസുകൾ ഇതിൽ പറയാണ്ടാവും. ഇനി ഇതിൽ ഒരുപാടുണ്ട്. ഇപ്പൊ ജൂതന്മാർ കൊല്ലാൻ ശ്രമിച്ച സംഭവം ഇതൊക്കെ ഉണ്ട്, ഒരുപാട്. അത് പിന്നെ 10 കൊല്ലത്തിന് ശേഷം എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. നമ്മൾ യുദ്ധത്തിന്റെ സാഹചര്യങ്ങൾ എടുത്തു കഴിഞ്ഞാലൊക്കെ നബി വസല്ലമയെ കൊല്ലാൻ, ഇത് വഹീദൊക്കെ എടുക്കുമ്പോൾ അതെ. നബി വസല്ലമയെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് പോകുന്നത് കൊണ്ടാണ് മുസ്ലിം റളിയല്ലാഹു പ്രവാചകനാണെന്ന് തെറ്റിദ്ധരിച്ച് അതെ. മുസ്ലിം റളിയല്ലാഹുവിനെ കൊല്ലുന്നതും ഞാൻ മുഹമ്മദിനെ കൊന്നു എന്ന് പറഞ്ഞ് ആഹ്ലാദിക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയുമല്ലോ. അതിലൊക്കെ ഇഷ്ടംപോലെ നമുക്ക് പറയാൻ പറ്റും. നമുക്ക് ഇനി അതിനു വേണ്ടി ഇരിക്കുകയാണെങ്കിൽ 3-4 മണിക്കൂറൊക്കെ ഇതിന്റെ റെഫറൻസ് തന്നെ പറയാൻ പറ്റും. കാരണം അത്രമേൽ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നബിന്റെ കൂടെ നടന്നത് കൊണ്ട് മാത്രം കൊല്ലപ്പെട്ട ആളുകളുണ്ട്. അപ്പോൾ നിങ്ങൾ പറയുന്ന പോലത്തെ മാതൃകായോഗ്യമായിട്ടുള്ള അത്രയും സഹിഷ്ണുതയുള്ള ആളുകളാണെന്നൊക്കെ പറഞ്ഞു. അത്രയും സഹിഷ്ണുതയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അവിടെ ബിലാൽ റളിയല്ലാഹു കൊല്ലപ്പെടാനായി, എന്നിട്ടാണ് അബൂബക്കർ റളിയല്ലാഹു വന്നിട്ട് ബിലാൽ റളിയല്ലാഹു എന്ന് പറയുന്ന അടിമയായിരുന്ന ഉമയ്യത്ത് ബിൻ ഖലഫിന്റെ അടുത്ത് നിന്ന് ബിലാൽ റളിയല്ലാഹു വാങ്ങുന്നതും അബൂബക്കർ റളിയല്ലാഹു ആണല്ലോ. ആ സമയത്ത് മരിക്കാനായിരുന്നു. അതുകൊണ്ടാണ് അബൂബക്കർ റളിയല്ലാഹു അത്രയും വലിയ വില കൊടുത്ത് വാങ്ങുമ്പോൾ ഉമയ്യത്ത് ബിൻ ഖലഫ് കളിയാക്കി ചിരിക്കുന്നത്. മരിക്കാനാവുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുപോയി. അതുപോലെ തന്നെ സുമയ്യ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടു, കൊന്നു. യാസർ റളിയല്ലാഹു ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷിയും വനിതയായ സുമയ്യ റളിയല്ലാഹു അൻഹയാണ്. അതുപോലെ തന്നെ സുമയ്യ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവായിട്ടുള്ള യാസർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെയും കൊന്നു. വേറെ ഒരു കാരണത്തിലല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പം കൂടി എന്നുള്ളതുകൊണ്ട്. സഹിഷ്ണുതയുള്ള തുടക്കത്തിലെ കൊല്ലങ്ങൾ 10-12 കൊല്ലം ഈ ആശയം പറഞ്ഞതിന്റെ പേരിലല്ല. തുടക്കത്തിൽ ആദ്യത്തെ ആരംഭ വർഷങ്ങളിൽ എന്ത് ചെയ്യാണ്, മുഹമ്മദ് നബിയുടെ കൂടെ കൂടി ഈ ഖുറൈശികൾ തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ കൂടെ കൂടി, അതും ആ മനുഷ്യൻ വേറൊന്നോ ഒരു ആക്രമിച്ചിട്ടോ ദ്രോഹിച്ചിട്ടോ ഒന്നുമില്ല, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ആർക്കും ദ്രോഹമില്ലാത്ത മുന്നേ തന്നെ അവിടെ നിലനിന്നിരുന്ന തൗഹീദ് എന്ന് പറയുന്ന ഒരു ആശയം പറഞ്ഞു. ആ തൗഹീദ് എന്ന് പറയുന്ന ഒരു ആശയം പറഞ്ഞതിന്റെ പേരിൽ എന്ത് ചെയ്യാണ്, മനുഷ്യരെ കൊല്ലുകയാണ്. സഹിഷ്ണുതയുള്ള നിങ്ങൾ പറഞ്ഞ മക്കാരായിട്ടുള്ള ആളുകൾ, മക്ക മുശ്രിക്കുകളായിട്ടുള്ള ആളുകൾ. എന്നിട്ട് കൊന്നിട്ടോ, ഇതിന്റെ പേരിൽ തന്നെയാണ് കൊന്നുള്ളതിന്റെ തെളിവാണ് അപ്പുറത്ത് എന്ത് കാണാൻ കഴിയുക, ഇവരുടെ മകനായ സുമയ്യ റളിയല്ലാഹുവിന്റെയും യാസർ റളിയല്ലാഹുവിന്റെ മകനായിട്ടുള്ള അമ്മാർ റളിയല്ലാഹുവിനെ ജീവച്ഛവമാക്കി ഇങ്ങനെ ഒരു ബോധക്ഷയം വന്ന സമയത്ത്, അതായത് വെള്ളത്തിൽ ഇങ്ങനെ മുക്കി എന്നൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുക. വെള്ളത്തിൽ ഇങ്ങനെ മുക്കി എടുത്തിട്ട് വീണ്ടും പറയും മുഹമ്മദിനെ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ അള്ളാഹുവിനെ തള്ളിപ്പറയാനോ വേണ്ടി പറയും. അദ്ദേഹം സ്വാഭാവികമായിട്ട് അതിനെ സമ്മതിക്കില്ല. അങ്ങനെ ഒരു ബോധം കെട്ട സമയത്ത് അദ്ദേഹം അറിയാതെ ഇവർ ചൊല്ലിക്കൊടുത്ത നിഷേധത്തിന്റെ കുഫ്റിന്റെ വാക്കുകൾ അറിയാതെ പറയാണ്. അങ്ങനെ പറയുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത്, ഈ മകനായിട്ടുള്ള ചെറിയ കുട്ടിയായിട്ടുള്ള അമ്മാറിനെ വെറുതെ വിടുന്നത് റളിയല്ലാഹു അൻഹു. ഒന്ന് ആലോചിച്ച് നോക്കണം അവരുടെ സഹിഷ്ണുത. നിങ്ങൾ പറഞ്ഞ സഹിഷ്ണുത ആലോചിച്ച് നോക്കണം കേട്ടോ. എന്നിട്ട് അമ്മാർ റളിയല്ലാഹു അൻഹുവിന് ആകെ സങ്കടമാവുകയാണ് ഈ ഒരു വാക്ക് പറഞ്ഞതിന്റെ പേരിൽ. അപ്പോൾ അല്ലാഹു തആല ആയത്തിറക്കി കൊടുക്കുന്നത് നിർബന്ധിത സാഹചര്യങ്ങൾ, ഇളവുകൾ ഉണ്ടെന്ന് പറയുന്ന ആയത്തിറക്കി കൊടുക്കുന്നു. അത് വേറെ സാഹചര്യം. ഞാൻ പറഞ്ഞു വരുന്നത്, എത്രത്തോളം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കൂടി എന്നതിന്റെ പേരിൽ മാത്രം എത്രത്തോളം മനുഷ്യർ പീഡിതരായിരുന്നു എന്നൊരു തെളിവ് നമുക്ക് കാണാൻ കഴിയും. അവിടെ അത്രയും പ്രയാസപ്പെടുത്തിയിരുന്നു മുഹമ്മദ് നബി എന്നുള്ളതും അനുയായികളെ എന്നുള്ളതും. ഇപ്പൊ നമ്മള് മൂപ്പരുടെ വീടിട്ടപ്പോ ഇത് പറയുന്ന 10 സെക്കൻഡ് അല്ല ഇട്ടത്, അതിന്റെ മുമ്പ് ശേഷം കുറച്ച് ഭാഗം കിട്ടിയിരുന്നു. എന്താ വെച്ചാല് മൂപ്പര് ഇതിനു മുമ്പ് വേറൊരു പണ്ഡിതൻ ഈ വിഷയം സംസാരിച്ച സമയത്ത് ഞാൻ പറഞ്ഞതിലെ 10 സെക്കൻഡ് മാത്രമാണ് എടുത്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സംഭവം ഇവിടെ വന്നിരുന്നു. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഒരാളെ കാരണം വെച്ചാല് അതും വെച്ച് ഇനി വരണ്ട, പറഞ്ഞ നുണ തിരുത്തണം, അല്ലെങ്കിൽ എന്താ പറയാ, താങ്കൾ നുണ പറയുന്ന ആളാണെന്ന്. അപ്പൊ വേറൊരാൾ അങ്ങനെ നമ്മള് ഇതേപോലെ നുണ തെളിയിക്കുന്ന ഒരാൾ, നുണ അങ്ങനെ എടുത്തു പറയുന്ന ഒരാള് നമ്മൾ പറഞ്ഞപ്പോൾ മൂപ്പര് പറഞ്ഞിരുന്നു, സമ്മതിച്ചു ഞാൻ അങ്ങനെ നുണ പറയുന്ന ആളാണ്, നുണ പറയാൻ വേണ്ടി നിൽക്കുകയാണ്, ഒന്ന് നിങ്ങൾ അങ്ങനെ സമ്മതിക്കണം, അല്ലെങ്കിൽ നുണയല്ല എന്നുള്ളത് തിരുത്തണം, സത്യം എന്താണെന്നുള്ളത് പറയണം എന്നുള്ളതാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാൻ തോന്നുന്നു. സത്യത്തിൽ ഇങ്ങനെ നുണ പറയാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത് അറിവില്ലാത്തോണ്ടല്ല, അല്ല, ഇവർക്കൊക്കെ അറിയാം. ഒന്നുമില്ലെങ്കിൽ മുസ്ലിം ചുറ്റുപാടിൽ ജനിച്ചു വളർന്നവരല്ലേ, അതുകൊണ്ട് ചുരുങ്ങിയത് മുഹമ്മദ് വസാസിനെ ഈ വിഷയങ്ങളൊക്കെ അറിയാതിരിക്കാൻ ഒരു വഴിയില്ല. വളരെ ബേസിക് ആയ കാര്യങ്ങളല്ലേ. ഡെലിബറേറ്റ് നുണ പറയുന്നില്ല. പക്ഷെ എന്തുകൊണ്ട് ഈ നുണ പറയുന്നു, അതിന്റെ ഒരു മനഃശാസ്ത്രം എന്താണ് എന്ന് ചോദിച്ചാൽ ശരിക്കും ഇസ്ലാം വെറുപ്പ് മാത്രമാണ്, മുസ്ലിങ്ങളോടും ഇസ്ലാമിനോടും വെറുപ്പ്. അപ്പൊ ഇത് ഇങ്ങനെ ഒരു കളവ് പറഞ്ഞാൽ മുസ്ലിങ്ങളെ കുറിച്ച് എന്തായിരിക്കും ആളുകൾ, മറ്റുള്ള സമുദായങ്ങൾ വിചാരിക്കുക? സ്വാഭാവികമായിട്ടും നമ്മളിങ്ങനെ ചരിത്രത്തെ വളച്ചൊടിച്ച് മുഹമ്മദ് വസാസിനെ മഹത്വപ്പെടുത്താൻ വേണ്ടി ചരിത്രത്തിൽ പല കളവുകളും ചേർക്കുന്ന ഒരാൾ എന്നുള്ള രൂപത്തിലായിരിക്കും ഈ സമുദായത്തെ അവർ കാണുക. ഇതിനു വേണ്ടി മനഃപൂർവ്വം കളവുകൾ മെനഞ്ഞുണ്ടാക്കുന്ന ഒരു സ്വഭാവമാണ് ഇവിടെ. ഇപ്പൊ നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ, കളവുകൾ പറയുന്ന സമ്മതിച്ച ഒരാളെ പറ്റി ആരിഫ്. ഈ ആരിഫ് ചെയ്യുന്ന എന്താണ്, ഇപ്പൊ ഇസ്ലാമിനോടുള്ള വെറുപ്പ് കാരണം എന്ത് അക്രമത്തിനെ ന്യായീകരിക്കുകയാണ്.
ഇസ്രായേൽ ചെയ്യുന്ന അക്രമങ്ങളെ ന്യായീകരിക്കുക. എന്നിട്ട് അത് എന്തൊക്കെയോ ഇസ്ലാമാണോ ഇപ്പുറത്ത് ആ എങ്കിൽ അപ്പുറത്തായിരിക്കും ശരി. ശരി, ഒരു അപ്പുറത്തായിരിക്കും കാരണവശാലും സഹിഷ്ണുത. ഇപ്പുറത്ത് അതെ, അപ്പുറത്തായിരിക്കും സഹിഷ്ണുത. സഹിഷ്ണുത. ഇസ്രായേലിന്റെ സഹിഷ്ണുത, നിങ്ങളിപ്പോ കുറേശികളുടെ സഹിഷ്ണുത പറഞ്ഞത് ഇസ്രായേലിന്റെ സഹിഷ്ണുത പറ്റി അവർ പറയും. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ലിയാഖത്തും ആരിഫൊന്നും വേറെ വേറെ ആൾക്കാരല്ല, ശരിക്കും ഒരേ മൈൻഡ് സെറ്റ് ആണ് ഇവർക്ക്. ശരിക്കും നമ്മൾ പരിശോധിച്ചാൽ ഇവർ രണ്ടുപേരും, ആരിഫ് കുറച്ചും കൂടി എക്സ്പ്ലിസിറ്റ് ആയി പറയുന്നു, ലിയാഖത്ത് ഉള്ളിൽ കൂടെ മറ്റേ നുണ പറഞ്ഞിട്ട് നുണ കുത്തി അത് കയറ്റിയിട്ട് അപ്പൊ നമ്മൾ മുന്നൊരു വീഡിയോ ചെയ്തിരുന്നു. ലിയാഖത്തിന്റെ ലക്ഷ്യം ഒരിക്കലും മറ്റൊന്നല്ല. അപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തില് എക്സ്പ്ലിസിറ്റ്ലി മുസ്ലിങ്ങളെ പ്രതിപക്ഷത്ത് അല്ലെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് നിർത്തുന്ന രീതിയിൽ തന്നെയാണ് ലിയാഖത്തിന്റെ പോസ്റ്റ് ഉണ്ടായിരുന്നത്. പിന്നെ അദ്ദേഹത്തിന് പുറകെ പിൻവലിക്കേണ്ടി വന്നു. അത് മൈൻഡ് എന്ന് പറഞ്ഞാൽ ഇത് മനുഷ്യനാവണമെങ്കിൽ അല്ലെങ്കിൽ ഒരു 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 ഭീകരവാദത്തിനൊക്കെ എതിർക്കണമെങ്കിൽ എന്തായാലും അയാൾ മുസ്ലിം എന്നൊരു മതത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിൽ നിന്ന് പിന്നിലേക്ക് വരണം, ഇസ്ലാം മതത്തെ ഉപേക്ഷിക്കണം എന്ന് തന്നെ വളരെ വളരെ എക്സ്പ്ലിസിറ്റ്ലി പറയുന്ന, എന്നാൽ ചില സമയങ്ങളിൽ പൊതിഞ്ഞു പിടിച്ചിട്ടൊക്കെ ഞാൻ എന്തോ മാനാണെന്ന് കാണിക്കാൻ ശ്രമിക്കുന്ന ഒരു സ്വഭാവം എന്നുള്ളത്. ശരിക്കും നമ്മൾ അതിനെ എക്സ്പോസ് ചെയ്യണം. Yes. കാരണം ഇവര് ഈ തരികട വെച്ച് നടന്ന പോരാ, അങ്ങനെ തന്നെ നമ്മൾ പറയണം. അപ്പോൾ അതാണ് ഈ വിഷയത്തിൽ അവസാനമായിട്ട് സൂചിപ്പിക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഹിജറിനെ പറ്റിയാണല്ലോ പറയുന്നത്. ഹിജറ മുഹമ്മദ് ഏറ്റവും വലിയ ഗുണം വെച്ചാൽ ഹിജറ മുഹമ്മദ് നബിന്റെ ആവശ്യമായിരുന്നു, അല്ലാതെ കുറേശികളുടെ ആവശ്യമില്ല. സ്വാഭാവികല്ലേ. ആരാ പറഞ്ഞത് കുറേശികളുടെ ആവശ്യമായിരുന്നു എന്നുള്ളത്? കുറേശികൾക്ക് ഒരു ആവശ്യം ഉണ്ടാവുമോ? മുഹമ്മദ് നബി അവിടെ നിൽക്കണം, മുഹമ്മദ് നബിനെ കൊല്ലണം തന്നെ ആയിരിക്കുമല്ലോ അവർക്ക് ആവശ്യം. കൊല്ലപ്പെടാതെ രക്ഷപ്പെടണമെന്ന് ആരാവശ്യമായിരിക്കും? മുഹമ്മദ് നബിന്റെ ആവശ്യമായിരിക്കുമല്ലോ. വളരെ സിമ്പിൾ, ഒരു കോമൺ സെൻസ് വെച്ചാൽ മനസ്സിലാക്കുന്ന കാര്യം. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറയുടെ സാഹചര്യമാണ്. അത് ഒരു പ്രയാസമില്ലാത്ത മക്കയിൽ നിന്ന് ഇങ്ങനെ മദീനയിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഇങ്ങനെ വേഗം മക്ക ഓടുമ്പോഴേക്ക് ഇങ്ങനെ പെട്ടെന്നുണ്ടായ പോലെയാണ് പറഞ്ഞത്. അതിന്റെ സാഹചര്യം എടുത്തു നോക്കുക. എത്രയോ വർഷങ്ങളായിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാണ്? ഹജ്ജിന് വരുന്ന ആളുകളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ താമസിക്കാൻ പറ്റൂല. ഇവിടെ താമസിക്കാൻ പറ്റില്ല പറഞ്ഞാൽ ഹജറുല്ലാഹിന് മരണപ്പെട്ടു, അബൂ താലിബ് മരണപ്പെട്ടു. ഇനി സംരക്ഷണം നൽകാനോ അവിടെ താങ്ങായി നിൽക്കാനോ ഒരാളില്ല. കൊല്ലുന്ന ഉറപ്പാണ്. അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്താ പറയാ, നാല് പുറം നിൽക്കുന്ന ആളുകളുടെ വധഭീഷണി നേരിടുകയാണ്. ആ സമയത്ത് സംരക്ഷണം നൽകാൻ ആരെങ്കിലും ഉണ്ടോ? എന്ത് ചെയ്യാണ്? ഹജ്ജിന് വരുന്ന ജനതയുടെ ഓരോ കൂട്ടത്തിലും പോയിട്ട് സംസാരിക്കുകയാണ്, ഓരോ കുടുംബത്തോടും പോയി സംസാരിക്കുകയാണ്. ഞങ്ങൾക്ക് അഭയം തരാൻ പറ്റുമോ, അഭയം തരാൻ പറ്റുമോ? അങ്ങനെ ഒരുപാട് കുടുംബങ്ങൾ റിജക്റ്റ് ചെയ്യാണ്. അതിൽ പാർഷ്യലി അംഗീകരിക്കുന്ന കുടുംബങ്ങളുണ്ടാവും, പിന്നെ റിജക്റ്റ് ചെയ്യുന്ന ആളുകളുണ്ടാവും. നേതാക്കന്മാർ അംഗീകരിച്ച് അനുയായികൾ എതിർക്കുന്ന കുടുംബങ്ങളുണ്ടാവും. മുഹമ്മദ് വസല്ലമനെയും ഈ മുസ്ലിങ്ങളെ ഏറ്റെടുക്കുന്നതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഓരോ നാടുകളുടെ സാധ്യതകളെ പറ്റി അന്വേഷിക്കുകയാണ്. ഈ നാട്ടിലേക്ക് പോകാൻ പറ്റുമോ, ആ നാട്ടിലേക്ക് പോകാൻ പറ്റുമോ? നിങ്ങൾ ഒരു നാടും കഴിയാതിരിക്കുന്ന സമയത്താണ് മദീനയിൽ നിന്ന് വരുന്ന 6 ആളെ കിട്ടുന്നത്. 6 ആളുകൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കുകയാണ്. മുഹമ്മദിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് ചരിത്രമായി മനസ്സിലാക്കാൻ പറ്റാം. ഈ 6 ആളുകൾ മുഹമ്മദ് സംസാരിച്ച് ഇസ്ലാം സ്വീകരിച്ച് ഞങ്ങളുടെ നാട്ടിൽ പോയി പ്രബോധനം നടത്തി വരാമെന്നും ഒക്കെ ഏറ്റെടുത്ത് പോവുകയാണ്. എന്നിട്ട് അവരടുത്ത വർഷം 12 ആളുകൾ വിശ്വാസികളായിട്ട് ആ 12 ആളുകളെ കൂട്ടി വരികയാണ് ഹജ്ജിന്. അപ്പം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അവരിൽ പ്രതീക്ഷ വരികയാണ്. അവിടെ നിന്നാണ് അവരുടെ കൂടെ മുസ്ലിം റളിയല്ലാഹുവിനെ അയക്കുന്നതും മദീനയിൽ പ്രബോധനം നടക്കുന്നതും. അതാണ് ഒന്നാം അക്കബ ഉടമ്പടി, ആ 12 ആളുകളോട് സംസാരം. പിന്നെ വീണ്ടും പോയി 100 കണക്കിന് ആളുകൾ മുസ്ലിം റളിയല്ലാഹുവിനോട് വിശ്വാസികളാവുകയും പിന്നെ ഒരു 75 ആളുകൾ വന്ന് വീണ്ടും അക്കബയിൽ വെച്ച് സംസാരിക്കുകയും ചെയ്യുന്നതാണ് രണ്ടാം അക്കബ ഉടമ്പടിയിൽ പ്രധാനപ്പെട്ട അക്കബ ഉടമ്പടി. അല്ല അത് ഒരു നിമിഷത്തിൽ നിന്ന് പെട്ടെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു പ്ലാൻ, അവിടെ അധികാരം പോയിട്ടുണ്ടാക്കുക. പ്രവാചകനല്ലെങ്കിൽ ഇങ്ങനൊരു ബ്രില്യൻ പ്ലാൻ ഉണ്ടാക്കാൻ എങ്ങനെയാണ് മുഹമ്മദ് നബിക്ക് പറ്റുക എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ അപ്പുറത്ത് കിടക്കുന്നുള്ളതാണ്. എനിവേ മുഴുവനായി ചരിത്രത്തിനെ ഒരു നിലക്കും വസ്തുതയുടെ എലമെന്റ് ഇല്ലാത്ത വിധം എന്ത് ചെയ്യാണ്? വളച്ചൊടിക്കുകയും നുണ ആഡ് ചെയ്ത് പറയുകയുമാണ് ഇതിലൂടെ ചെയ്യുന്നതാണ്. അവസാനമായിട്ട് പറഞ്ഞു വെക്കാനുള്ളത്, ഒരു തെളിവുമില്ല ചരിത്രത്തിൽ എന്ന് പറഞ്ഞ് 5 തെളിവുകൾ ഈ ചെറിയ വീഡിയോയിൽ കൊടുത്തു. ഇനിയും അനേകം തെളിവുകൾ, മണിക്കൂറുകൾ പറഞ്ഞിരിക്കാൻ പറ്റുന്ന തെളിവുകൾ ഇപ്പോൾ പറഞ്ഞ കളവിന് മാത്രമായിട്ടുണ്ടെന്നുള്ളതാണ്. തിരുത്തില്ല എന്ന് അറിഞ്ഞിട്ട് കൂടി തിരുത്തുമെന്ന പ്രതീക്ഷയിൽ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.